ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊരു ഓട്ടട ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ ഓട്ടട കഴിക്കാൻ തോന്നിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓട്ടട എന്നാണ് പറയുന്നത്. നമ്മൾ ചുട്ടെടുക്കുന്നതാണ് കേട്ടോ, ആവിയിൽ വെച്ചിട്ട് വേവിക്കുന്നതല്ല, ചുട്ടെടുത്ത് കഴിക്കുന്ന കേട്ടോ. അപ്പോൾ അതിന് ഓട്ടട എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിങ്ങനെ ചക്കയൊക്കെ, പഴുത്ത ചക്കയൊക്കെ മറ്റേ സിപ്ലോ കവറിൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത്, അപ്പോൾ ചക്ക വെച്ചിട്ടുള്ള അടയാട്ടോ ഉണ്ടാക്കുന്നത്. മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് അതിനകത്ത് കുറച്ച് ശർക്കരയും തേങ്ങയും പിന്നെ അണ്ടിപ്പരിപ്പ് ഓപ്ഷണലാണ്, നമുക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. നമുക്കത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മൂന്ന് മാത്രം മതി കേട്ടോ. സാധാരണ അങ്ങനെയാണ് ഞാൻ അണ്ടിപ്പരിപ്പ് കൂടി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വട്ടയിലയിലാണ് ഞങ്ങൾ ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉമ്മ ഗോതമ്പ് മാവാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇതിലിങ്ങനെ കുഴച്ചെടുത്തിട്ട്, അറിയാമല്ലോ ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ പരത്തി വെക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ ആക്കിയെടുക്കുക. അപ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഏലക്കയും കൂടെ, 2-3 ഏലക്കയും കൂടെ ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ടൊന്ന് ചതച്ചിട്ടോ ഇടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ ഏലക്ക ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇട്ടില്ല. പക്ഷെ അന്ന് ഞങ്ങൾ ഓർത്തതുമില്ല, ഏലക്കയുടെ കാര്യം ഞാൻ ഓർത്തില്ല. ഞാനാണിത് മിക്സ് ചെയ്യുന്നത്, ഉമ്മ അവിടെ നിന്ന് പരത്തുക കേട്ടോ. അപ്പോൾ ഞാനാണ് പെട്ടെന്ന് പ്ലാൻ ഇട്ടതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനൊരു ഉച്ചയൊക്കെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചക്ക എടുത്ത് ഫ്രീസറിൽ നിന്ന് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചക്ക നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനേ പറ്റും. ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നല്ല കട്ടിയുള്ള ചുളയാണെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റും. പക്ഷേ ഇതങ്ങ് നല്ല പഴുത്തയായിരുന്നു കേട്ടോ. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ചക്ക വെച്ചിട്ട് ജാമൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ ഒന്നും അതൊന്നും പോകാത്തതുകൊണ്ട് ഞാനൊന്നും ട്രൈ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഞാനിതാണ്ട് ഇതിങ്ങനെ കുഴച്ചിട്ട് അത് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങളിത് നമുക്ക് വേണമെങ്കിൽ ഇത് ആവിയിൽ വെച്ചിട്ട് എടുക്കാം. പക്ഷെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ദോശക്കല്ലിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ആ ഇല ഒന്ന് കരിഞ്ഞു വരും. ആ കരിഞ്ഞു വന്ന ടൈമിൽ നമ്മൾ ഇല ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ വട്ടയില ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുമ്പോൾ സാരമില്ല, കുഴപ്പമില്ല. നമ്മൾ നല്ല കഴുകിയ ഇലയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് 2 സൈഡും ഇട്ടൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് എടുത്തിട്ട് ആ ഇല അങ്ങ് ഇളക്കി കളയും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചക്ക ആവിയിൽ വെച്ചിട്ട് ചക്കയുടെ ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്ന് പറയണേ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്. എനിക്കിപ്പോൾ ഇതൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മളിങ്ങനെ ചൂടെന്ന് പറഞ്ഞ് ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. എനിക്ക് പക്ഷേ ഇപ്പോൾ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മൾ ഇല ഇളക്കിയപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ പോകും കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.